നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് പ്രസംഗത്തെക്കുറിച്ചാണ്. പ്രസംഗ പേടിയെക്കുറിച്ച്. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ പല പ്രോഗ്രാമുകളും പല യോഗങ്ങളും പല സംഗമങ്ങളും നടക്കാറുണ്ട്. അത് ക്ലബിന്റെ വാർഷികം, അതുപോലെ തന്നെ PTA മീറ്റിംഗ്, കുടുംബശ്രീ യോഗം, അതുപോലെ തന്നെ വായനാശാലയുടെ ഉദ്ഘാടനം, അങ്ങനെ പല പല യോഗങ്ങൾ, പല രാഷ്ട്രീയ കക്ഷികളുടെ യോഗം, രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മേഖലയുമായി ബന്ധപ്പെട്ടൊക്കെ യോഗങ്ങൾ നടക്കാറുണ്ട്. പല യോഗങ്ങളിലും നമുക്ക് രണ്ടു വാക്ക് പറയുവാനും ഒരു സ്വാഗതം പറയുവാനും ഒരു ഫീഡ്ബാക്ക് പറയാനും ഒക്കെ അവസരം ഉണ്ടാകാറുണ്ട്. പലപ്പോഴും നാം അതിൽ നിന്നെല്ലാം പിന്മാറുകയാണ് പതിവ്. കാരണം നമുക്ക് പറയാനുള്ള കോൺഫിഡൻസ് ഇല്ല. എങ്ങനെ തുടങ്ങണം, എന്തൊക്കെ പറയണം, എങ്ങനെ അവസാനിപ്പിക്കണം എന്ന് അറിയാത്തത് കൊണ്ട് നമ്മൾ പലപ്പോഴും അതിൽ നിന്ന് പിന്മാറുകയാണ് പതിവ്. അപ്പോൾ ഇനി മുതൽ നമുക്കൊരു അവസരം കിട്ടുകയാണെങ്കിൽ വളരെ കോൺഫിഡൻസോട് കൂടിയിട്ട് നമുക്ക് സംസാരിക്കാൻ കഴിയണം. അങ്ങനെ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ വീഡിയോ. ഇതിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, ഫസ്റ്റ് വൺ, ചെറിയ ഗ്രൂപ്പുകൾ തുടങ്ങി നമ്മൾ പരിശീലിക്കുക എന്നാണ്. അതായത് ആദ്യം കണ്ണാടിയുടെ മുമ്പിൽ, പിന്നെ നമ്മുടെ സുഹൃത്തുക്കളുടെ മുമ്പിൽ, നമ്മുടെ കുടുംബാംഗങ്ങളുടെ മുമ്പിൽ, അതുപോലെ തന്നെ ചെറിയ ചെറിയ പ്രോഗ്രാമുകളിൽ ഒരു 5 അല്ലെങ്കിൽ 10 പേര് കൂടിയ ആ യോഗങ്ങളിൽ ആദ്യം നമ്മൾ സംസാരിച്ച് നമ്മൾ പരിശീലിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു കോൺഫിഡൻസ് കിട്ടും. അത് കഴിഞ്ഞാൽ പിന്നെ വലിയ വേദിയിലൊക്കെ സംസാരിക്കാൻ നമുക്ക് കഴിയും. രണ്ടാമത്തെ ഒരു കാര്യം എന്താന്ന് വെച്ചാൽ വിഷയം നന്നായി പഠിക്കുക എന്നാണ്. അതായത് പ്രസംഗിക്കാൻ വേണ്ടി നമ്മൾ നന്നായി മുന്നൊരുക്കം നടത്തുക എന്നതാണ്. അപ്പൊ വിഷയത്തെക്കുറിച്ച് നമുക്ക് നല്ല ബോധ്യമുണ്ടെങ്കിൽ, എന്തൊക്കെയാണ് നമുക്ക് സംസാരിക്കാനുള്ളത് എന്നതിനെ കുറിച്ച് നമുക്ക് നല്ല അറിവുണ്ട് വെച്ചെങ്കിൽ നമ്മുടെ പേടിയുടെ 50% കുറഞ്ഞു കിട്ടുമെന്നാണ്. അപ്പൊ നല്ലൊരു മുന്നൊരുക്കം നടത്തിക്കൊണ്ട് പ്രസംഗിക്കാൻ വേണ്ടി നമ്മൾ പോകുക എന്നാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം ഡീപ് ബ്രീത്തിങ്. ഡീപ് ബ്രീതിങ് ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സും ശരീരവും ശാന്തമാകുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ പേടി കുറച്ചൊക്കെ കുറഞ്ഞു കിട്ടും, നമുക്ക് കുറച്ച് ആത്മവിശ്വാസം ഒക്കെ കിട്ടും. അപ്പൊ അതുകൊണ്ട് പ്രസംഗിക്കുന്നതിന് ഒരു 3 മിനിറ്റ് മുമ്പെങ്കിലും നമ്മൾ ഡീപ് ബ്രീത്തിങ് ചെയ്യുകയാണെങ്കിൽ അത് വളരെ നല്ലതാണ്. നാലാമത്തെ ഒരു കാര്യം, തെറ്റുകളെ നമ്മൾ ഭയക്കാതിരിക്കുക. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വലിയ പ്രഭാഷകർക്ക് പോലും തെറ്റ് പറ്റിയിട്ടുണ്ട്, ഇപ്പോഴും തെറ്റ് പറ്റിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ തെറ്റ് പറ്റി എന്ന് വിചാരിച്ച് നമ്മൾ ഒരിക്കലും, തെറ്റ് പറ്റുമെന്ന് വിചാരിച്ച് ഒരിക്കലും പ്രസംഗിക്കാതിരിക്കരുത്. തെറ്റ് പറ്റിക്കോട്ടെ, ആ തെറ്റുമായി നമ്മൾ മുന്നോട്ട് പോകണം. ആ തെറ്റ് പിന്നെ തിരുത്താൻ നിൽക്കരുത് എന്നതാണ്. അപ്പോ തെറ്റിയാലും അതിനെ അവഗണിച്ചുകൊണ്ട് ധൈര്യത്തോടു കൂടിയിട്ട് മുന്നേറാൻ നമുക്ക് കഴിയണം. തെറ്റുകൾ പറ്റിക്കോട്ടെ, അത് സ്വാഭാവികമാണ് എന്ന് നാം തിരിച്ചറിയണം. അഞ്ചാമത്തെ ഒരു കാര്യം, വിജയിക്കുന്ന ഒരു ദൃശ്യം നമ്മൾ ഇമാജിനേഷൻ ചെയ്യുക. അതായത് നമ്മൾ പ്രസംഗിക്കുമ്പോൾ മറ്റുള്ളവർ നമ്മളെ ശ്രദ്ധിക്കുന്നു, അതുപോലെ അവർ കൈയടിക്കുന്നു, അവർ അഭിനന്ദിക്കുന്നു. ഇതൊക്കെ നമ്മൾ ഭാവനയിൽ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വലിയൊരു ആത്മവിശ്വാസം, സന്തോഷം നമുക്ക് നൽകുമെന്നതാണ്. അപ്പോൾ ഇമാജിനേഷൻ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. നമുക്ക് സമൂഹത്തിൽ ഒരു പ്രഭാഷകന് നല്ല ഒരു നിലയും വിലയും ഒക്കെ ഉണ്ട്. പ്രഭാഷകന്റെ വാക്കുകൾ മറ്റുള്ളവർ ശ്രദ്ധിക്കുന്നു എന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നല്ലൊരു പ്രഭാഷകനായാൽ നമുക്ക് കിട്ടുന്ന ആദരവ്, സ്നേഹം, ഇതെല്ലാം നാം ഇമാജിനേഷൻ ചെയ്താൽ തീർച്ചയായിട്ടും അത് വലിയ ഒരു കോൺഫിഡൻസും നല്ലൊരു സന്തോഷവും നമുക്ക് നൽകും. അപ്പോൾ സംസാരിക്കാനുള്ളൊരു ആവേശം നമ്മിൽ ഉണ്ടാകും എന്നാണ്. ഇത്രയും 5 കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായാൽ നമുക്ക് എല്ലാവർക്കും നന്നായി പ്രസംഗിക്കാൻ കഴിയും. അപ്പോൾ ഈ 5 കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് മുന്നേറിയാൽ നമുക്ക് ഏത് യോഗത്തിലും കോൺഫിഡൻസോട് കൂടിയിട്ട് നമുക്ക് സംസാരിക്കാൻ കഴിയും. താങ്ക് യു വെരി മച്ച്. ശുഭദിനം.